ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി നമുക്ക് എല്ലാം ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ ചിലവ് കുറച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബുക്ക് ഹോൾഡറും പെൻ ഹോൾഡറുമാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബുക്ക് ഹോൾഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പോർഷൻ ടെക്സ്റ്റ് ബുക്ക് വെക്കാനും ഒരു പോർഷൻ നോട്ട്ബുക്കിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ 3 സൈഡും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ ആ ക്ലോസ് ചെയ്യുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടതാണ്. നമ്മുടെ ഒരു പോർഷൻ ബുക്ക് ഹോൾഡർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കാർഡ്ബോർഡ് എടുത്ത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സെയിം സൈസിൽ വേണം നമ്മൾ നെക്സ്റ്റ് കാർഡ്ബോർഡും കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അങ്ങനെ 2 പോർഷൻസും ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കേണ്ടതാണ്. അതിനായി ഒരു സെല്ലോ ടേപ്പോ ഗ്ലൂ ഉപയോഗിച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബുക്ക് ഹോൾഡർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കളർഫുള്ളാക്കി എടുക്കാം. അതിനെ ഞാനിവിടെ യെല്ലോ കളർ ചാർട്ട് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചാർട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഷേപ്പിൽ നമുക്ക് ഓരോ പേപ്പേഴ്സും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കട്ട് ചെയ്ത പേപ്പറിനെ നമുക്കൊരു സെല്ലോ ടേപ്പോ ഗ്ലൂവോ കൊണ്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെല്ലോ ടേപ്പാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു തീം മതിയാകുമ്പോൾ നമുക്ക് വേറെ തീം എടുക്കാൻ ഈ പേപ്പറിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ബോർഡർ കൊടുത്തിട്ടുണ്ട്, ബ്രൗൺ കളറിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു സ്മൈലി ഫേസും. നമുക്ക് എന്താണോ ഇഷ്ടമുള്ള തീം അതനുസരിച്ച് നമുക്ക് അവിടെ വരച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് ബുക്ക് ഹോൾഡർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ബുക്സൊക്കെ ഒന്ന് വെച്ച് നോക്കാം. നമ്മുടെ സ്റ്റഡി ടേബിൾ ഇതുപോലെ ഒരു ബുക്ക് ഹോൾഡർ ഉള്ളത് വളരെ നല്ലതാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുക്കാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒതുങ്ങി സേഫായിട്ട് ഇരുന്നോളും. നമ്മളല്ലാതെ എത്ര ഒതുക്കി വെച്ചാലും പിന്നീടാകുമ്പോൾ പരന്ന് കിടക്കുന്നതാണ്. ഇത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ സേഫായിട്ട് ഇരുന്നോളും. നമുക്കിനി പെൻ ഹോൾഡർ സെറ്റാക്കി എടുക്കാം. ഇതിവിടെ കിടന്ന ഒരു പഴയൊരു പെൻ ഹോൾഡറാണ്. ഇതിനെങ്ങനെ കളർഫുള്ളാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ യെല്ലോ കളറിലെ ചാർട്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇത് പെൻ ഹോൾഡറിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതിനെ ഞാൻ സെല്ലോ ടേപ്പ് കൊണ്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ മതിയാകുമ്പോൾ വേറൊരു തീമിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതുപോലെ സെല്ലോ ടേപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. പെൻ ഹോൾഡറിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ കളർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഡ് കളർ ചാർട്ടിൽ ഇതുപോലെ ഒരു ഹാർട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഹാർട്ട്സാണ്. ഇതിനെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഹാർട്ടിന് നമുക്ക് അവിടെ എവിടെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്യൂട്ടായിട്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഹാർട്ട് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനത്തെ പ്രിൻ്റാണോ വേണ്ടത് അതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ്.
ഹോൾഡറും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പഴയ പെൻ ഹോൾഡർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്കിത് കപ്പിലോ വാട്ടർ ബോട്ടിലോ എന്തിലും വേണമെങ്കിലും ഇതുപോലെ ചാർട്ട് കവർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു അൺബോക്സിങ് വീഡിയോ കൂടെ കാണാം. ഇതും ഞാൻ സ്റ്റഡി ടേബിൾ മേക്കോവറിന് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ ബോക്സസ് ആണ്. ഇത് നമുക്ക് ഒരു സെറ്റിൽ 6 പീസാണ് വരുന്നത്. പല കളേഴ്സിലും വരുന്നുണ്ട്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ ആണ്. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ്. സോ അതുകൊണ്ട് മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്